ഇന്ന് നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. പക്ഷേ ഇതിൻ്റെ റെസിപ്പിയൊക്കെ അജയേട്ടൻ്റെ വകയാണ് കേട്ടോ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക് വലിപ്പത്തിനും എരിവിനും അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഷാജീര കുറച്ച് എടുത്തിട്ടുണ്ട്. ഷാജീര, സജീര എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ കുറച്ച് പെരുംജീരകം. ഇപ്പം നമ്മൾ എടുത്തു വെച്ച ഈ സവോള, തക്കാളി, പച്ചമുളക്, പെരുംജീരകം, ഷാജീര ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ക്യാരറ്റ്, ബീൻസ്, അല്ലെങ്കിൽ അച്ചിങ്ങാപ്പയർ, അതല്ലെങ്കിൽ ക്യാബേജ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒരുപാട് വെന്ത് പോകുന്ന രീതിയിലല്ല, ഒരു 90% വേവിൽ. അതിനകത്ത് നമ്മൾ പട്ടയും ഗ്രാമ്പും തക്കോലവും പിന്നെ കുറച്ച് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഉരുളി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇണ്ടാലിയത്തിൻ്റെ ഉരുളിയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പച്ചക്കറിയൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ പച്ചക്കറി അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുകയാണ് അതിനകത്ത്. ഇനി ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി അതിലേക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. അരപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത രുചിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലുള്ള കൂട്ട് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.